റെയിൽവേയുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ മാനദണ്ഡമനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. അവരെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. നിലവിൽ കൗണ്ടറുകളിൽ നിന്ന് വാങ്ങുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാം. കൺഫേം ടിക്കറ്റ് ഉള്ളവരുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി മെയ് 1 മുതലാണ് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുന്നത്. IRCTC-യിലൂടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ യാത്രയ്ക്ക് മുൻപ് കൺഫേം ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുന്നതാണ് പതിവ്. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുമ്പോൾ ടിക്കറ്റ് വില ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്ന ഓഫ്ലൈൻ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് നിരവധി യാത്രക്കാർ ഇപ്പോഴും സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് കൺഫേം ടിക്കറ്റ് ഉള്ളവർക്ക് മികച്ച യാത്രാനുഭവം നൽകുന്നതിന് തടസ്സമാകുന്നു എന്ന് വിലയിരുത്തിയാണ് പുതിയ പരിഷ്കാരം. അതിനാൽ മെയ് 1 മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് നിരോധിക്കും. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുള്ള ഒരു യാത്രക്കാരൻ സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ സീറ്റിലിരിക്കുന്നതായി കണ്ടെത്തിയാൽ വ്യക്തിക്ക് പിഴ ചുമത്താനോ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനോ TTEക്ക് അധികാരമുണ്ടായിരിക്കും. പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുള്ള യാത്രക്കാരൻ സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ കയറി കൺഫേം ടിക്കറ്റ് ഉള്ളവരുടെ സീറ്റുകളിൽ ബലമായി ഇരിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. മാത്രമല്ല, കോച്ചുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കോച്ചിൽ വഴി തടസ്സപ്പെടുന്നതിനും യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനും കാരണമാകുന്നുണ്ട്. പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതിനൊക്കെ പരിഹാരമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ.